കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ന്യൂസാണ് പത്രങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഓരോരുത്തരും എങ്ങനെ പഠിച്ചു, എങ്ങനെയുള്ള രീതിയാണ് പിന്തുടർന്നത് എന്ന് തുടങ്ങി ഫുള്ള് ഡീറ്റെയിൽസും വരുന്നുണ്ട്. മലയാളികളുടെ ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഹൈലൈറ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പം ആ വീട്ടുകാരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, എൻ്റെ മക്കളും അല്ലേ ഇതുപോലൊക്കെ ഒന്ന് ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ ആഗ്രഹം നിറവേറ്റണമെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. കാരണം ഇതൊക്കെ ഇവർക്കൊക്കെ പറ്റും. ആരും ആദ്യത്തെ ചാൻസിലൊന്നും അല്ല മിക്കവരും കിട്ടിയിരിക്കുന്നത്. അപ്പം പഠിക്കുന്ന കുട്ടികളാണ്, വായനയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിയെ ആ ഒരു രംഗത്തേക്ക് എത്തിപ്പെടുത്താവുന്നതാണ്. അതിൽ വേറെ ഒന്നുമില്ല. അവർക്ക് ആദ്യം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് ഒരു വായനാശീലം എന്നുള്ളതാണ്. അതിൽ വായനാശീലം തുടങ്ങുന്നത് നമുക്ക് വേറൊന്നുമില്ല. സ്കൂളിലൊക്കെ വായിക്കാനൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ വാക്കുകൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പത്രം വരുത്തുക. ഇപ്പോൾ ഇംഗ്ലീഷും മലയാളവും വരുത്താൻ പറ്റുമെങ്കിൽ രണ്ടും വരുത്തുക. വരുത്തിയ ശേഷം കുട്ടികൾക്ക് അത് വായിക്കാനുള്ള ഒരു സമയം നിങ്ങൾ തന്നെ കണ്ടെത്തി കൊടുക്കുക. എന്നിട്ട് പറയണം. നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ കുട്ടികളുമായിട്ട് പിന്നെ സംസാരിക്കുന്ന സമയത്ത് എന്താണ്, അവരെ വിളിച്ചിരുത്തി വാർത്തകൾ വായിക്കാനുള്ള ഒരു താല്പര്യം കുട്ടികളിലേക്ക് ഉണ്ടാക്കണം. അപ്പം നമ്മൾ ടി വിയിലൊക്കെ പത്രം നോക്കിയല്ലല്ലോ വായിക്കുന്നത്. അവർ ഒരു ബോർഡുണ്ട്, ബോർഡിലൂടെ വരുന്ന വായിച്ച് എടുക്കുകയാണ്. പിന്നെ അവരുടെ മുന്നിൽ ലാപ്പുണ്ട്, അതിൽ നോക്കുന്നത് കാണും. അപ്പോൾ അതേ രീതിയിൽ, കാരണം കുട്ടികൾക്ക് അനുകരണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അവരെപ്പോഴും അനുകരിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവർ ഒരു ന്യൂസ് റീഡർ എന്നുള്ള രീതിയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ വീട്ടുകാർ അവരുടെ ഫ്രണ്ടിൽ അങ്ങോട്ടിരിക്കുക. എന്നിട്ട് വായിക്കാൻ തുടങ്ങിക്കോ. അപ്പം ചെറിയ ചെറിയ തെറ്റ് വരുമ്പോൾ നിങ്ങളത് തിരുത്തി കൊടുക്കുക. അങ്ങനെ നിങ്ങളെല്ലാവരും അവരുടെ വായന ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവർക്കതൊരു പ്രചോദനമാണ്. അവർ വീണ്ടും വായിക്കാനുള്ളത് കാണും അല്ലേ. ഇപ്പം നമ്മൾ വാർത്ത പണ്ടൊക്കെ ആണെങ്കിൽ ദൂരദർശൻ്റെ ടൈമാണെങ്കിൽ ഇന്ന സമയത്ത്, എനിക്കൊന്ന് 7 മണിക്കാന്ന് തോന്നും. അപ്പോൾ ആ ഒരു സമയം വാർത്തയുടെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വാർത്ത കാണാനിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടിക്ക് പത്രം വായിക്കുന്നതിൻ്റെ സമയം കണ്ടെത്തിയിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ആ വായന കേൾക്കാനായിട്ട് അടുത്ത് വന്ന് ഇരിക്കുക. അപ്പോൾ എന്താണ്, കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുണ്ട്, അതുകൊണ്ട് എനിക്ക് വായിക്കണം. അപ്പോൾ നിങ്ങൾ പ്രോത്സാഹനം നൽകണം. നന്നായിട്ട് വായിക്കുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ആ സന്തോഷം നിങ്ങൾ കുട്ടികളോട് അറിയിക്കണം. അങ്ങനെ പതുക്കെ ഓരോ പുസ്തകങ്ങളിലൂടെ ആ വായന വലുതായി വരണം. അങ്ങനെ വായന വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പഠിക്കുന്നതിലും നമ്മളെപ്പോഴും പറയുന്നിട്ടില്ല, വായിച്ച് പഠിക്കുക എന്ന് പറയുന്നിട്ടില്ല. അപ്പോൾ ആ വായനയുടെ ഭാഗം ആയിട്ട് പുസ്തകങ്ങളെയും സ്നേഹിക്കാൻ തുടങ്ങും, പഠിത്തത്തെയും ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് ഈ വായന കൂടുന്തോറും നമ്മൾ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞേക്കെന്നറിയാലോ, കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളോട് പറഞ്ഞ് ശ്രമിക്കുക. അങ്ങനെ അവരിൽ ഈ വായന വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനും സിവിൽ സർവീസിനും ഇതിനെല്ലാം നമുക്ക് വായന അത്യാവശ്യമാണ്. കുഞ്ഞിലേ മുതൽക്ക് അവർക്ക് എന്താണ് ആവാൻ താല്പര്യം, അത് ഏത് മേഖലയിൽ അവർക്ക് ജോലി ചെയ്യണം എന്നവർക്ക് ഉള്ളിലൊരു ധാരണ കുഞ്ഞിലേ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ച് വെച്ചതിന് ശേഷം അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ചെറുപ്പം മുതലേ പറഞ്ഞ് കൊടുക്കുക. അവർക്ക് മനസ്സിലാകും. നമ്മൾ വിചാരിക്കും കൊച്ചല്ല, അതെങ്ങനെ മനസ്സിലാകും. പക്ഷെ അവരുടേതായിട്ടുള്ള ഭാഷയിലും അവർ മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുഞ്ഞിലെ തൊട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ആ താല്പര്യത്തിലേക്ക് നിങ്ങൾ നൽകേണ്ട കുറേ കാര്യങ്ങളുണ്ട്.
അവർക്കറിയില്ല, ആരോട് ചോദിച്ചാൽ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങളതിനെ അന്വേഷിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ വഴി എന്താണ്, ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ പറയാണ് ഇന്ന മാർഗത്തിലൂടെ പോയാലേ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തെത്തൂ എന്ന് നിങ്ങൾ അറിഞ്ഞ് ആ മാർഗം എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ കുട്ടികളെ എന്താണ് ആ ഒരു കഴിവ് വളർത്തിയെടുത്ത് അവർ തനിയെ പിന്നീട് പഠിച്ച് അവരുടെ മാർഗത്തിലേക്ക് പൊക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിച്ച് അവർക്ക് വേണ്ടി സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പം വായന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആരും വിചാരിക്കരുതോ ഞാൻ പാവപ്പെട്ടവൻ അതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാശില്ലാത്തവൻ അതുകൊണ്ട് എൻ്റെ മക്കളെങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെടും, അങ്ങനെയൊന്നുമില്ല. വേണമെന്ന് വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് പണമില്ലെങ്കിലും എത്തേണ്ടടുത്ത് എത്താൻ പറ്റും. കാരണം അതിന് ഒരുപാട് സ്കോളർഷിപ്പും മെറിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കണമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ശ്രമിക്കുക. ഒരു പഠിത്ത കാര്യത്തിനാന്ന് പറഞ്ഞാൽ 1000 പേര് നമ്മുടെ ഒപ്പം നിൽക്കാനും ഉണ്ടാവും, പഠിക്കുന്ന കുട്ടിയാണെന്നറിയുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ ശ്രമിക്കുക. എല്ലാവരുടെയും മക്കൾ നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ.